എല്ലാവരും നമസ്കാരം. നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കേണ്ടത് മസാല പറാഠ. വെരി ഈസി ആയിട്ട് നല്ല രസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എല്ലാ സംഭവങ്ങൾ റെഡിയാക്കി വെച്ചു. ഫസ്റ്റ് നമുക്കൊരു ചെറിയ മസാല തയ്യാറാക്കാം. ഇത് വെളുത്തുള്ളി, പച്ചമുളകും, ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. ഇത് നന്നായിട്ട് ഒരു നമുക്ക് ചതച്ചിട്ട് കൊടുക്കുക. പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ജസ്റ്റ് അരയ്ക്കാൻ മതി. പിന്നെ ഇത് ബേസിക് മസാല ആണ്. നമ്മുടെ സാധാരണ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി ഞാൻ ഇപ്പോൾ കുറയ്ക്കാൻ തുടങ്ങും. പിന്നെ ഇത് മോദകം, ഇത് വേണ്ടിയിട്ട് നമുക്ക് മാവിൽ ചേർക്കണം. എന്താ ചെയ്ത് ഈസി ഡൈജസ്റ്റ് ആവും. ഇത് നമുക്ക് പ്രധാനമാണ്. ഞാനിത് ചേർച്ചെന്ന് നോക്കും. ഇങ്ങനെ തന്നെ പ്രകാരം മതി, കൂടുതൽ പേസ്റ്റ് ആക്കണ്ട. ഇനിയിപ്പോൾ നമുക്കൊരു തുള്ളി എണ്ണ കൂട്ടണം. എന്താ ചെയ്യുക, എണ്ണ ആയ കഴിഞ്ഞിട്ട് ശേഷം കുറച്ച് മതി കേട്ടോ. ഇതിന് വളരെ സോഫ്റ്റായിട്ട് ക്രഞ്ചി ആയിട്ട് കിട്ടും. ഇനി എല്ലാ മസാല നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നന്നായിട്ട് കയ്യിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം വെള്ളം അനുസരിച്ചിട്ട് ഒരു സോഫ്റ്റ് ഡോ ഉണ്ടാക്കാം. ഈ മാവ് നമ്മളുടെ നന്നായിട്ട് റെഡി ആയി നോക്കൂ. സോഫ്റ്റ് മാവ് ഉണ്ടാക്കണം. ഇനി നമുക്ക് പറാട്ട ഉണ്ടാക്കാം തുടങ്ങാം. ഇത് നമുക്ക് ഒരു അനുസരിച്ചിട്ട് പോർഷൻ എടുത്താൽ മതി. നല്ല ആയിട്ട് റൗണ്ട് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് പാർട്ടാം. ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ റെസിപ്പി ആണെങ്കിൽ നാട്ടിലെ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാവും. എന്താ വെച്ചാൽ ഈസിയാണ്. വളരെ നമ്മുടെ നാശാവില്ല. രാവിലെ നല്ല തിരക്കുണ്ടാവില്ലേ. അപ്പോൾ ഇത് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് ഇത് കുറച്ച് വലുതാക്കിയിട്ട് പാർത്തണം ആദ്യം. ഒരു ജസ്റ്റ് പാർത്താൽ മതി. വളരെ റൗണ്ട് ആവാൻ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പാർത്താം. നമുക്ക് കുറച്ച് എണ്ണ ഇതിൻ്റെ സെൻറ്ററിൽ തേക്കണം. ഇത് കണ്ടോ, കുറച്ച് എണ്ണ. പിന്നെ ഒരു ഫോൾഡ് ചെയ്യുക, ഹാഫ് ഫോൾഡ്. ഓക്കെ, നന്നായിട്ട്. പിന്നെ കുറച്ചും കൂടി എണ്ണ ഈ ഹാഫ് മൂന്നിൽ പാരാം. പിന്നെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. ഒരു ത്രികോണം ഉണ്ടാക്കണം, ട്രയാങ്കിൾ. ഇങ്ങനെ തന്നെ ഇത് നോക്കും, 4 ഫോൾഡായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടി കൂട്ടിയിട്ട്, ആട്ടപ്പൊടി കൂട്ടിയിട്ട് ഇത് പാർക്കാം. ഇത് വളരെ ഈസി റെസിപ്പിയാണ്. രാവിലെ തിരക്കുണ്ടാവില്ലേ, സ്കൂളിലേക്ക് പോകണം, ജോലിക്ക് പോകണം, കുട്ടികളുടെ ബോക്സ് വെക്കണം, ലഞ്ച് ബോക്സ്. അപ്പോൾ നോർത്തിൽ കൂടുതൽ നമുക്ക് ലഞ്ച് ബോക്സിൽ ചോറ് ഉണ്ടാവാറില്ല. നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് റെസിപ്പി വേഗം കേടാവില്ല. പിന്നെ എന്താ പറയുക, ഉച്ചയ്ക്ക് വരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ തന്നെ ഒരു പ്രകാരൻ്റെ ഇത് റെസിപ്പിയാണ്. ഇത് നോക്കിക്കോ, ഷേപ്പ് ഒരു ട്രയാങ്കിൾ. നന്നായിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാതും ഉണ്ടാക്കണം. ഇത് വളരെ ഈസിയാണ്. ഞങ്ങൾ ട്രൈ ചെയ്യൂ. പിന്നെ വേഗം കൂടുതൽ റെസിപ്പീസ് കാര്യങ്ങൾ വേണമെങ്കിൽ പ്രത്യേകമായിട്ട് മനസ്സിലായില്ലാത്ത കോമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിക്കൂടോ, ഞാൻ കുറച്ച് റെഡിയാക്കിയിരുന്നു. തവ ചൂടായിരുന്നു. പിന്നെ ഈ റെസിപ്പിക്ക് കൂട്ടാനും ഒന്നും വേണമെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് കാച്ചപ്പ് തരാം, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ചമ്മന്തി അടിച്ചിട്ട് അത് തരാം. പറഞ്ഞാൽ പോലെ ഒന്നും വേണ്ട, ആവശ്യമില്ല. അത് ഓൾറെഡി ഉപ്പായിട്ട് മസാല ആയിട്ട് വളരെ ടേസ്റ്റ് കിട്ടും. പിന്നെ നാട്ടിൽ ഞങ്ങളെ ഇത് കുക്ക് ചെയ്യാം, നെയ്യ് യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ ഞാൻ യൂസ് ചെയ്യേണ്ടത് കോക്കോനട്ട് ഓയിൽ. നാട്ടിൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയത കോക്കോനട്ട് ഓയിലാണ്. ഇത് ഒരു സൈഡ് കുക്കായാൽ നമുക്ക് മറിച്ച് വെക്കാം. ഈ കളർ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈഡ് കുക്കായാൽ കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് എണ്ണ വേണമെങ്കിൽ എണ്ണ, ഓയിൽ വേണമെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ്, എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഈ കോക്കോനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും സൈഡ് നോക്കും. ഞാൻ രണ്ടും സൈഡിൽ നല്ലപോലെ എണ്ണ തേച്ചു. നല്ലപോലെ മീൻസ് കുറച്ച് തേച്ചു. എന്താ ചെയ്യുക, കുറച്ച് ഇത് നമുക്ക് കുട്ടികൾക്കില്ലല്ലോ, വലിയ പേരിക്കാണ്. അപ്പോൾ എണ്ണ കുറച്ച് ഞാൻ അതാക്കുന്നു. ഇത് നന്നായിട്ട് കുക്കാവണം. ഓക്കെ, പിന്നെ നമ്മൾ ചട്ടക്കമ്മിൽ ഈ സൈഡ്സ് കുറച്ച് കുക്ക് ആക്കാം. ഈ സൈഡ് കുറച്ച് തിക്കാവും. നല്ലപോലെ കുറച്ച് അമ്മ അതാ നോക്കൂ, കളർ നോക്കൂ, എത്ര രസമാണ്. എന്തോ നല്ല മണം. എന്താ ചെയ്യുക, വെളുത്തുള്ളി വെളുത്തുള്ളി ഇങ്ങനെ ചൂടാവുമ്പോൾ നല്ല മണ വരണ്ടേ. ഇതന്നെ ഇപ്പോൾ മസാല പറാട്ട തയ്യാറായി. ഞാൻ കാണിക്കാം. ഈ പറാട്ട ഞാൻ എൻ്റെ കുട്ടിക്ക് ഉണ്ടാക്കും. പിന്നെ ഇതിനെ ഞാൻ മുളക് കൂടുതൽ കൂട്ടില്ല. പച്ചമുളക് മാത്രം ഞാൻ ഒരു 2 പച്ചമുളക് മാത്രം കൂട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ആർക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മുളക് പൊടി കൂട്ടപ്പെട്ടു കേട്ടോ. ഞാൻ കൂട്ടിയിട്ടില്ല, എൻ്റെ കുട്ടി തിന്നില്ല. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ നെയ്യ് യൂസ് ചെയ്യണ്ടേ. ഇപ്പോൾ
ഇത് നമുക്ക് രണ്ട് സൈഡ് നല്ലപോലെ നോക്കിയിട്ട് കുക്കായ കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് പാറാം. അപ്പോൾ നന്നായിട്ട് പാറണം കേട്ടോ. കുട്ടികൾക്ക് ആണെങ്കിൽ നെയ്യ് ആയാലോ എണ്ണ ആയാലോ നല്ലപോലെ വേണം. എന്താ ചെയ്യുക, കുട്ടികൾക്ക് ഇപ്പോൾ കുറേ എനർജി കാര്യങ്ങൾ വേണ്ടേ. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കൂട്ടാൻ മതി. എന്താ കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ കുറേ പേർക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടാം. പക്ഷേ കുട്ടികൾക്ക് ആണെങ്കിൽ നല്ലപോലെ കൂട്ടിയിട്ട് നെയ്യ് ആയാലോ എണ്ണ ആയാലോ ഓയിലായാലോ ഇത് നല്ലപോലെ കൂട്ടാം. ഇതാ നോക്കൂ, എന്തോരം നല്ല രസമായിട്ട് ഗോൾഡൻ കളർ വന്നു. ഞാൻ നല്ല നെയ്യ് കൂട്ടിന്നു. ഇതാ ഈ കുട്ടിക്ക് പറാഠ തയ്യാറായി. ഇതാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് സെർവ് ചെയ്യാൻ പോവാം. കെച്ചപ്പ് കുട്ടിക്ക് ഇഷ്ടമാണ്. ഇത് നോക്കൂ, ഇത് ഞങ്ങൾ 3 ഫോൾഡ് ചെയ്തില്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ലെയേഴ്സ് കിട്ടും. ഉള്ളിൽ നോക്കിക്കോളൂ എന്തോരം നന്നായിട്ട് കുക്കായിനോ. ഇതാ ഇത് നോക്കൂ, ഇത് തിന്നുമ്പോൾ ഒരു രസം, കുട്ടികൾക്ക് കടിക്കുമ്പോൾ ഒരു രസം. എൻജോയ്.